അടുത്തതായിട്ട് പറയുന്നത് എങ്ങനെ ടെക്സ്റ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഞാനൊരു എക്സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കുകയാണ്, ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുകയാണ്. ആ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് പേര് ഞാൻ എക്സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ് അത് ഇടുന്നില്ല, എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ഇടുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനതിന് അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ എഴുതാണ്. സോ ഞാനിങ്ങനെ ഇത്രയും വേർഡ്സ് വെച്ചിട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫയൽ സേവ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പാത്തില്ലേ, ഈ പാത്ത് ഞാൻ എൻ്റെ വിൻഡോസ് 11 വേർഷൻ ആയതുകൊണ്ട് കോപ്പി ആസ് പാത്ത് കിട്ടും. നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടും. ഈ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫയലിൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും ചെയ്ത ശേഷം എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് പൈത്തൻ്റെ ഐഡൽ പറഞ്ഞ സാധനം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഓക്കെ, ഈ സ്ക്രീനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫയൽ, ന്യൂ ഫയൽ എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഫയൽ പറഞ്ഞാൽ ഇവിടെ തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, സേവ് ആസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ നെയിമിൻ്റെ പേര് .py എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യണം. ഓക്കെ, സേവ് ചെയ്താൽ മതി. ഞാൻ സേവ് ചെയ്യുന്നില്ല ബിക്കോസ് ഓൾറെഡി എൻ്റെ കയ്യിൽ പ്രോഗ്രാം ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് പ്രോഗ്രാം ഫുൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ റൺ മോഡിൽ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ട് ഈ ഐഡലിൻ്റെ ഉള്ളിൽ വർക്കാവും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചെയ്തൊരു ഫയൽ ഇപ്പോൾ എനിക്കൊരു ഒരു ടെക്സ്റ്റ് ഫയലിൽ റീഡ് ചെയ്യണ കാര്യമാണ് ഞാൻ നോക്കണം കേട്ടോ. റീഡ് ചെയ്യണ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫംഗ്ഷൻ, എൻ്റെ പ്രോഗ്രാം ഇതാണ്. അപ്പോൾ എൻ്റെ പേര് ഞാൻ ഒന്ന് ഒത്തിരി മാറ്റിയെടുക്കാൻ എൻ്റെ ക്യാപിറ്റൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവേണ്ട, എക്സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി ഡോട്ട് ആർ ആസ് എഫ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മാറ്റുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, സോ വിത്ത് ഓപ്പൺ ആർ സി കോളൻ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വെച്ച്, വിത്ത് ഓപ്പറേറ്ററല്ല കീവേഡ് വെച്ച് ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ റീഡ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു പാത്ത് റീഡ് ചെയ്ത ശേഷം ആർ എന്ന് പറയുന്നത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ പാത്ത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ മോഡാണ്, ഫയൽ മോഡ് ഓപ്പറേഷൻ. എന്ത് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ് ഫയൽ, ഇതാണ് നമ്മുടെ പോയിൻ്റർ, ഫയൽ പോയിൻ്റർ. അതായത് ഒരു ഫയൽ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഫിംഗർ യൂസ് ചെയ്യില്ലേ, അതേപോലെ അതാണ് ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആദ്യത്തെ 10 ക്യാരക്ടറാണ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എഫ് ഡോട്ട് റീഡ് ഓഫ് 10 എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. സേവ്, then I am making it run. So can you see, this is easy because ഞാൻ എഴുതിയത് എന്തായിരുന്നു, ദിസ് ഇസ് എ ട്രയൽ സംതിങ് ആണ് ഞാൻ കൊടുത്ത കണ്ടൻറ്റ്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആൻസർ വന്നത്. ഇതേ സാധനം ഞാനൊന്ന് പ്രിൻറ്റ് എഫ് ഡോട്ട് റീഡ് ലൈൻ വെച്ച് നോക്കട്ടെ കേട്ടോ. റീഡ് ലൈൻ നമ്മൾ നേരത്തെ നോക്കിയത് എഫ് ഡോട്ട് റീഡ് ആയിരുന്നു. റീഡ് വെച്ച് നോക്കിയാൽ സിംഗിൾ ക്യാരക്ടേഴ്സേ കിട്ടുള്ളൂ. ഇത് ഞാനൊന്ന് റൺ ചെയ്ത് നോക്കട്ടെ, സേവ് ചെയ്തിട്ട്.